കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ 3-4 തരത്തിലാണ് പ്രതിഷ്ഠ. ദക്ഷജിത്ത്, ദാരികജിത്ത്, മുണ്ടജിത്ത്, രുരുജിത്ത് ഇങ്ങനെ ഒക്കെയാണ്. ഇതിൻ്റെ വ്യത്യാസം, ദക്ഷയാഗം നശിപ്പിച്ച് ഉഗ്രരൂപിണിയായി സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ദക്ഷജിത്ത്. ദാരികവധം കഴിഞ്ഞ് ആ ഭാവത്തിൽ നിൽക്കുന്ന ഭദ്രകാളി പ്രതിഷ്ഠ ദാരികജിത്ത്. മുണ്ടാസുരൻ എന്ന സങ്കല്പത്തിൽ ആ മുണ്ടാസുരനെ ജയിച്ചു നിൽക്കുന്ന കാളി ഭാവമാണ് മുണ്ടജിത്ത്. രുരു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക അസുരഭാവമുണ്ട്. ആ രുരുവിനെ ജയിച്ചു നിൽക്കുന്ന കാളി ഭാവമാണ് രുരുജിത്ത്. അത് വളരെ പ്രത്യേകതകളോടുകൂടിയ കാലസംഘർഷിണി സ്വഭാവത്തിൽപ്പെട്ട പ്രതിഷ്ഠ ഭാവമാണ്. കാശ്മീരി ശൈവ സങ്കല്പത്തിൽ കാലസംഘർഷിണി എന്ന ദേവതാ ചൈതന്യത്തിൽ സൂക്ഷ്മഭാവത്തിൽ പ്രത്യേക വിധാനത്തിലാണ് രുരുജിത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. കേരളത്തിൽ അങ്ങ് വടക്ക് കാസർഗോഡ് മന്നമ്പുറത്ത് കാവ് മുതൽ ഇങ്ങ് തെക്ക് തിരുവല്ല മുത്തൂറ്റുകാവ് വരെ ഉള്ള 13 കാവുകളിൽ ഈ രുരുജിത്ത് വിധാനത്തിലുള്ള പ്രതിഷ്ഠ കാണാൻ കഴിയും. അവിടെയെല്ലാം തന്നെ നേരെ കയറി ചെല്ലുമ്പോൾ കാളീഭാവം, അതിനോട് ചേർന്ന് ശിവന്റെ പ്രതിഷ്ഠ, പിന്നെ സപ്തമാതൃക്കൾ, കന്നിമൂലയിൽ ഗണപതി, ഈശാനകോണിൽ ഭൈരവൻ. ഇങ്ങനെയാണ് ഈ രുരുജിത്ത് വിധാന പ്രതിഷ്ഠയുടെ സാമാന്യ ഭാവം. അതിൻ്റെ ആ പ്രതിഷ്ഠയുടെ വിധാനങ്ങൾക്ക് നേരിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിലും ഭദ്രകാളി, ശിവൻ, സപ്തമാതൃക്കൾ, കന്നിയിൽ ഗണപതി, മീനത്തിൽ ഭൈരവൻ, ഈ പൊതുഭാവം എല്ലായിടത്തും കാണാം. പിന്നെ ഓരോ ക്ഷേത്രങ്ങളിലും ഇതിനു പുറമേ സർപ്പങ്ങളും പ്രാദേശിക ദേവതാഭാവങ്ങളും എല്ലാം പ്രത്യേകമായിട്ട് വേറെയും ഉണ്ടാകും. അതിനൊരു പൊതു സ്വഭാവം ഇല്ല. ഇങ്ങനെയാണ് രുരുജിത്ത് പ്രതിഷ്ഠ. ദാരികവധം പ്രതിഷ്ഠ ഉള്ള ഭദ്രകാളിക്കാവുകൾ പലയിടങ്ങളിലുമുണ്ട്. രുരുജിത്ത് വിധാനം കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ളത് ദാരികവധം കാളി പ്രതിഷ്ഠകളാണ്. അവിടെ ഈ ഒരു വിധാനമില്ല. ഭദ്രകാളിയും ശിവൻ ഉപദേവതയായിട്ടും ഗണപതിയും സർപ്പങ്ങളും ഒക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ദക്ഷജിത്തായിട്ടുള്ള ഭദ്രകാളി വിധാനം വേറെയുണ്ട്. അവിടെ ദാരികവധമില്ല. ദക്ഷയാഗം നശിപ്പിക്കുവാനായിട്ട് വീരഭദ്രനോടൊപ്പം ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ച ഭദ്രകാളി പുറപ്പെട്ട് ദക്ഷയാഗം നശിപ്പിച്ച് കോപിഷ്ഠയായി നിൽക്കുന്ന ഒരു ഭാവമാണ്. ഇവിടങ്ങളിലെല്ലാം പൂജാവിധാനം വ്യത്യസ്തമാണ്. കേരളത്തിലെ ഭദ്രകാളി സ്ഥാനങ്ങളിൽ ഇത് 3 പ്രബലമായിരിക്കുന്നത്. മുണ്ടജിത്ത് സങ്കല്പം വളരെ വളരെ അപൂർവമാണ് ഇവിടെ കാണുന്നത്. നമസ്കാരം.